ക്രിസ്മസ് ആഘോഷ ലഹരിയിൽ മസ്കത്ത് നഗരവും. റൂവിയിലെ മാർ ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിൽ ഒരുക്കിയിരിക്കുന്ന ക്രിസ്മസ് വില്ലേജ് കാണാൻ നിരവധി പേരാണ് എത്തുന്നത്. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ക്രിസ്മസ് ഗ്രാമം. മസ്കറ്റിലെ പ്രവാസികളും ക്രിസ്മസ് ലഹരിയിലാണ്. ഞാനിപ്പോൾ ഉള്ളത് ഓർത്തഡോക്സ് ചർച്ചിലാണ്, അതായത് റൂവിയിലെ ഓർത്തഡോക്സ് ചർച്ചിലാണ്. ഇവിടെ ഒരു ക്രിസ്മസ് ഗ്രാമം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ബേത്ലഹേമിനെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ മനോഹരമായി ഒരുക്കിയ ഗ്രാമം ക്രിസ്മസ് സന്ദേശം പകരുന്ന ദൃശ്യാവിഷ്കാരങ്ങൾ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. നല്ലൊരു ക്രിസ്മസിൻ്റെ കാലത്ത് കൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രിസ്തുവിൻ്റെ ജനനം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഒരു യാത്രയാണ്. ഭൂമിയിലേക്ക് വന്ന ക്രിസ്തു തൻ്റെ സൃഷ്ടിയെ വീണ്ടെടുക്കുവാനാണ് വന്നത്. ആ മഹാസന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. അത് ആഘോഷങ്ങളിലൂടെ നാം കാണുന്നു. പ്രത്യേകിച്ച് ഈ PCOയുടെ മുറ്റം മുഴുവനും ഇതുപോലെ അലങ്കരിക്കുന്നതും അതിൻ്റെ ഒരു ഭാഗമാണ്. നൂറുകണക്കിന് പേരാണ് ദൃശ്യവിരുന്ന് ആസ്വദിക്കാനായി ക്രിസ്മസ് ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഒമാനിലെ ക്രൈസ്തവ ദേവാലയങ്ങളുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായാണ് ക്രിസ്മസ് ഗ്രാമം ഒരുക്കിയിരിക്കുന്നത്. ഈ വർഷം വളരെ മനോഹരമായിട്ട് ബേത്ലഹേം അവർ വളരെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള അലങ്കാരങ്ങളും പുൽക്കൂടുകളും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. ആഘോഷങ്ങളുടെ ഭാഗമായി ഒമാനിലെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലെ ഇടവക അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ മത്സരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. വ്യാഴാഴ്ച ക്രിസ്മസ് ട്രീ, പുൽക്കൂട് മത്സരം എന്നിവ നടക്കും. തുടർന്ന് സമാപന ദിവസമായ ഡിസംബർ 27 ക്രിസ്മസ് കേക്ക് അലങ്കാരം, സാന്താക്ലോസ്, കൊയർ ഗ്രൂപ്പുകളുടെ ക്രിസ്മസ് കരോൾ തുടങ്ങി വിവിധ മത്സരങ്ങളും നടത്തും.